നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ 6ാമത്തെ പാഠമായ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ ഹീറ്റ് കപ്പാസിറ്റി എന്ന ടോപ്പിക്കാണ്. ഹീറ്റ് കപ്പാസിറ്റിയുടെ കൂടെ റിലേഷൻ ബിറ്റ്വീൻ Cp ആൻഡ് Cv കൂടി ചെയ്യും. ഓക്കെ, ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഈ ചാപ്റ്ററിന്റെ പേരിൽ പ്ലേലിസ്റ്റ് ആക്കി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി കാണുക. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഹീറ്റ് കപ്പാസിറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്റ്റൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി പഠിപ്പിച്ച സമയത്ത് പറഞ്ഞതാണ്. ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, സോ അതിനെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഹീറ്റ് കപ്പാസിറ്റി നോക്കാം. എന്നൊക്കെയാണ്, ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, ഏതൊരു സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസിലോട്ട് ഞാൻ ചൂട് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടും ആണല്ലോ. ഒരു സബ്സ്റ്റൻസിലോട്ട് എന്ത് ചെയ്യാണ്? ഹീറ്റ് കൊടുക്കുകയാണ്. ഒരു സബ്സ്റ്റൻസിലോട്ട് ഹീറ്റ് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അതിന്റെ ടെമ്പറേച്ചർ കൂടും ആണല്ലോ. ഒരു സബ്സ്റ്റൻസിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ ടെമ്പറേച്ചർ കൂടും. നമുക്ക് എങ്ങനെ പറയാം? ദ റൈസ് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കൂടിയത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹീറ്റ് സപ്ലൈഡ്. അല്ലേ, ഞാൻ എന്തുമാത്രം ഹീറ്റ് ആണോ കൊടുക്കുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യും? അത് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. അല്ലേ, ശ്രദ്ധിക്കണേ. ഒരു സബ്സ്റ്റൻസിലെ ടെമ്പറേച്ചർ കൂടുന്നെന്ന് പറയുന്ന എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഞാൻ എന്തുമാത്രം ഹീറ്റ് ആണോ കൊടുത്തത് അതിന് പ്രൊപ്പോർഷണൽ. അല്ലേ, കുറച്ച് ഹീറ്റ് കൊടുത്താൽ കുറച്ച് ചൂട് കൂടും, കൂടുതൽ ഹീറ്റ് കൊടുത്താൽ കൂടുതൽ ചൂട് കൂടും. ഓക്കെ, അപ്പം റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആര്? ഹീറ്റ് സപ്ലൈഡ്. അല്ലേ, ഇനി നോക്കിയോ, നമ്മള് നാളെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? പ്രൊപ്പോർഷനാലിറ്റി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഒരു കോഎഫിഷ്യന്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ Q ഈക്വൽ ടു കോഎഫിഷ്യന്റ് ആണ്, കോഎഫിഷ്യന്റ് ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഒക്കെയാണ്. ഈ കോൺസ്റ്റന്റ് ആയ കോഎഫിഷ്യന്റ് ആരൊക്കെ ഡിപെൻഡ് ചെയ്യുന്ന അറിയാമോ? ഇത് ഡിപെൻഡ് ചെയ്യുന്നത് ഒന്ന് സൈസ് ഓഫ് ദി സബ്സ്റ്റൻസ്, സൈസ്, അതുപോലെ നേച്ചർ, അതുപോലെ കോമ്പോസിഷൻ. ഓക്കെ, ആരൊക്കെ ഡിപെൻഡ് ചെയ്യും? സൈസ് ഓഫ് ദി സബ്സ്റ്റൻസ്, നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്, കോമ്പോസിഷൻ ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, നമ്മൾ എടുക്കുന്ന ആ സംഭവത്തിന്റെ ഏത് സബ്സ്റ്റൻസ് ആണോ ആ സബ്സ്റ്റൻസിന്റെ സൈസ്, നേച്ചർ, കോമ്പോസിഷൻ ഇവയെല്ലാം ഡിപെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് വരെ നമുക്ക് കിട്ടുന്നത്. ഇവിടെ കോൺസ്റ്റന്റ് ആവുന്നത് ഈ കോൺസ്റ്റന്റ് നമുക്ക് എന്ത് വിളിക്കാം? സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. Q ഈക്വൽ ടു സി ഇൻറ്റു ഡെൽറ്റ ടി. ഈ സിയെ വിളിക്കുന്ന പേരാണെന്ത്? നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി. നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? അപ്പം എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ഇറ്റ് ഇസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. എന്താണ്? എന്തുമാത്രം ഹീറ്റ് കണ്ടന്റ് ആ ഒരു സബ്സ്റ്റൻസിന് താങ്ങാൻ പറ്റും, അതാണെന്ത്? ഹീറ്റ് കപ്പാസിറ്റി. ശ്രദ്ധിക്കണേ, റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി ഹീറ്റ് സപ്ലൈഡ് ആണ്. സോ Q ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഇൻറ്റു ഡെൽറ്റ ടി. കോഎഫിഷ്യന്റ് ആരൊക്കെ ഡിപെൻഡ് ചെയ്യും? സൈസ്, നേച്ചർ, കോമ്പോസിഷൻ. Q ഈക്വൽ ടു സി ഇൻറ്റു ഡെൽറ്റ ടി. സി എന്തായി? സി ആണ് നമ്മളെ ഹീറ്റ് കപ്പാസിറ്റി. ഈ സി ആണെന്ത്? സൈസിനെയും നേച്ചറിനെയും കോമ്പോസിഷനെയും ഡിപെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സി എന്താണ്? ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആണ്. അല്ലെ, അതിന്റെ സൈസിനെയും നേച്ചറിനെയും കോമ്പോസിഷനൊക്കെ ഡിപെൻഡ് ചെയ്യല്ലേ. അപ്പൊ എന്താണ്? സി ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ച് പറയാനുള്ള കാര്യം. ഓക്കെ, ഇനി നോക്കുകയാണേ. അപ്പൊ ഞാൻ പറഞ്ഞു Q ഈക്വൽ ടു സി ഡെൽറ്റ ടി. അല്ലെ, Q ഈക്വൽ ടു സി ഡെൽറ്റ ടി. അപ്പൊ നോക്കിയാണ്, സി കൂടിയ എന്ത് സംഭവിക്കും നോക്കാം. ഒരു ഉദാഹരണത്തിന് ഈ ക്യൂവിന്റെ വാല്യൂ ഒരു 10 ആണെന്ന് വെച്ചോ. ജസ്റ്റ് ഉദാഹരണം പറയണേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് രീതി എഴുതാം. 10 × 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 × 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5 × 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 × 10 എന്ന് എഴുതാം. ഓക്കെ, ഇതിന് സി ആണ് ടേംസ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഡെൽറ്റ ടി ടേംസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലായിടത്തും 10 അല്ലേ. ഓക്കെ, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇത്രയും. സിയുടെ വാല്യൂ 10 ആയപ്പോ തീരെ വാല്യൂ എത്ര? 1. സിയുടെ വാല്യൂ 2 ആയപ്പം തീരെ വാല്യൂ 5. സിയുടെ വാല്യൂ 5 ആയപ്പം തീരെ വാല്യൂ 2. സിയുടെ വാല്യൂ 1 ആയപ്പം തീരെ വാല്യൂ 10. അതായത് നോക്ക്, സിയുടെ വാല്യൂ കൂടിയ തീരെ വാല്യൂ കുറയും, അല്ലെ, ഡെൽറ്റ ടി കുറയും. സിയുടെ വാല്യൂ കുറഞ്ഞാൽ ഡെൽറ്റ ടി വാല്യൂ കൂടും. നോക്കിയാണ്, സിയുടെ വാല്യൂ ഇവിടെ കൂടുതലാണ്, ഡെൽറ്റ ടി കുറവാണ്. ശകലം കൂട്ടിയപ്പം കുറച്ചപ്പോൾ സംഭവിച്ചു, ശകലം കൂട്ടിയപ്പോഴോ കുറഞ്ഞു. സി നല്ല കുറച്ചപ്പോഴോ ടി നല്ല കൂടി. അല്ലേ, ഞാൻ ഇത്രയും പറയാൻ വന്നോളൂ. അതായത് ഒരു സബ്സ്റ്റൻസിന്
ഏതൊരു സബ്സ്റ്റൻസിന് സിയുടെ വാല്യൂ വളരെ വളരെ കൂടുതലാണെങ്കിൽ അതിന് ഡെൽറ്റ ടി എന്തായിരിക്കും? വളരെ വളരെ കുറവായിരിക്കും. ഓക്കെ, അതായത് നല്ല ഹീറ്റ് കപ്പാസിറ്റി ഉള്ള സാധനത്തിലോട്ട് ഞാൻ ഒരുപാട് എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്താൽ എന്ത് ചെയ്യും? കുറച്ച് ടെമ്പറേച്ചർ റൈസ് സംഭവിക്കത്തുള്ളൂ. ഓക്കെ, അതാണ് വ്യത്യാസം. ഹീറ്റ് കപ്പാസിറ്റി എന്താ പറഞ്ഞേ? ചൂട് താങ്ങാനുള്ള കഴിവാണ്. ഓക്കെ, അപ്പൊ നോക്കിയാണ് നല്ല ഹീറ്റ് കപ്പാസിറ്റി ഉള്ള സാധനത്തിലോട്ട് ഞാൻ ഒരുപാട് എമൗണ്ട് ഓഫ് ചൂട് കൊടുത്താൽ എന്ത് ചെയ്യും? കുറച്ച് ടെമ്പറേച്ചർ കൂടും. കാരണം എന്താണ്? അതിന്റെ ഹീറ്റ് കപ്പാസിറ്റി വളരെ വളരെ കൂടുതലാണ്. ഹീറ്റ് കപ്പാസിറ്റി കൂടിയ സാധനത്തിന് ടെമ്പറേച്ചർ റൈസ് എന്തായിരിക്കും? കുറവായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളത്തിന് നല്ല ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചു കാണും. വെള്ളത്തിന് നല്ല ഹീറ്റ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് സൂര്യപ്രകാശം അടിച്ചിട്ട് നല്ല ചൂടായി നമ്മളെ ഭൂമിയെ നല്ല ചൂടാവുന്നതിൽ നിന്ന് തടുക്കുന്നത് ആരാണ്? വെള്ളമാണ്. കാരണം എന്താണ്? വെള്ളത്തിന് ചൂട് താങ്ങാനുള്ള കഴിവുണ്ട്. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഹൈ ആണ്. നമ്മൾ കൊച്ചു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. വെള്ളത്തിന്റെ ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് എന്താണ് വെള്ളത്തിന് ഒരുപാട് എമൗണ്ട് ഓഫ് ചൂട് താങ്ങാൻ പറ്റുന്നത്. ഒരുപാട് എമൗണ്ട് ഓഫ് വെള്ളം ചൂട് താങ്ങാൻ സംഭവിക്കും. കുറച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ടെമ്പറേച്ചർ കൂടത്തുള്ളൂ. ഓക്കെ, ബാക്കി നോക്കാം. ബാക്കിയാണേ. ഇനി നോക്കിയോ, ഈ 2 ടൈം കൂടെ പഠിക്കാനുണ്ട്. ഒന്ന് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി ഇല്ലേ, റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ സി സ്മോൾ എം. മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി ഇല്ലേ, അതേ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ്. ഇത് നോക്കിയാണ് ഹീറ്റ് കപ്പാസിറ്റി ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി കിട്ടും. അങ്ങനെയാണെങ്കിൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇത് രണ്ടും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? Cm = C/n. ഹീറ്റ് കപ്പാസിറ്റി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ്. ആ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഡിവൈഡ് ബൈ എന്താണ്? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഡിവൈഡ് ബൈ ചെയ്യുന്നുണ്ട് ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ശ്രദ്ധിക്കണേ, ഹീറ്റ് കപ്പാസിറ്റി ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്, പക്ഷെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇനി നോക്കിയോണേ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണേ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. നോക്കിയോ, അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയും കേട്ടോ. സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് മാസിനെ 1 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 1 കെൽവിനോ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട്, എന്താണ് ഞാൻ പറഞ്ഞത്? 1 യൂണിറ്റ് മാസിനെ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് ആവശ്യമായി വരുന്ന ഹീറ്റിന്റെ അളവിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഒരികൂടി, 1 യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് ആവശ്യമായി വരുന്ന ഹീറ്റിന്റെ എമൗണ്ട് ഓഫ് ഹീറ്റിന്റെ അളവാണെന്ത്? സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. റെപ്രസെന്റ് ചെയ്യുന്നത് സ്മാൾ ലെറ്റർ സി കൊണ്ടാണ്. ഹീറ്റ് കപ്പാസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ സി ആണ്, പക്ഷേ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് സ്മാൾ ലെറ്റർ സി കൊണ്ടാണ്. ഓക്കെ, 1 യൂണിറ്റ് മാസിനെ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ചെയ്യാനായിട്ട് ആവശ്യമായി വരുന്ന ഹീറ്റിന്റെ അളവാണെന്ത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് സ്മാൾ ലെറ്റർ സി കൊണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സബ്സ്റ്റൻസിന് റൈസിംഗ് ടെമ്പറേച്ചർ കൊണ്ടുവരണം. അതിന് ആവശ്യമായി വരുന്ന ഹീറ്റിന്റെ അളവ്. ഓക്കെ, ഒരു സബ്സ്റ്റൻസിന് ഹീറ്റ് ടെമ്പറേച്ചർ കൂട്ടാൻ പോവുകയാണ്. അതിന് ആവശ്യമായി വരുന്ന ഹീറ്റിന്റെ അളവ്. ഓക്കെ, ആ സബ്സ്റ്റൻസിന്റെ മാസ് എം ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഏതൊരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ റൈസ് കൊണ്ടുവരാൻ പോവുകയാണ്. അതിന്റെ മാസ് ആണെന്ത്? എം. അതിന്റെ സ്പെസിഫിക് ഹീറ്റ് സി ആണെന്ന് സങ്കല്പിക്കുക. സ്പെസിഫിക് ഹീറ്റ് സി. നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ടെമ്പറേച്ചർ റൈസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് ഈക്വൽ ടു എന്തായിരിക്കണം? സി ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കണം. ഓക്കെ, സി ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ ടി ആണ് എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവാനായിട്ട് ആവശ്യമായി വരുന്ന ഹീറ്റിന്റെ അളവ്. ഇനി നോക്കിയാണ് സി ഇൻറ്റു എം. സി എന്താണ്? സ്പെസിഫിക് ഹീറ്റ്.
എം എന്താണ് ടോട്ടൽ മാസ്. സിന്റെ നമുക്ക് എന്ത് തരും? സിന്റെ എം നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി തരും. സോ Q ഈക്വൽ ടു സി ഡെൽറ്റ ടി. സി ഡെൽറ്റ ടി നമ്മൾ ആദ്യം എഴുതിയത്. ഓക്കെ, തിരിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. സോ എമാക്കിയാണ് എന്താണെന്ന് നോക്കാം. എന്താണ് സി പിയും സി വിയും തമ്മിൽ ബന്ധമെന്ന് ആദ്യം പറഞ്ഞോട്ടെ. സി പിയും സി വിയും അത് പറഞ്ഞിട്ട് പറയാം. സി പി മീൻസ് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സി എഫ് എന്തായിരിക്കും? സി വി എന്തായിരിക്കും? ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയം. സി പി എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും. സി വി എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയവും. ഓക്കെ അല്ലേ? നമുക്കറിയാം കോൺസ്റ്റന്റ് വോളിയം ആയി കഴിഞ്ഞാൽ ക്യൂ എന്തായി മാറും? ക്യൂ വി ആയി മാറും അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കോൺസ്റ്റന്റ് വോളിയം ആയി കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ ആയാലോ ക്യൂ ഈക്വൽ ടു ക്യൂ പി ആകും. ഓക്കെ, ക്യൂ ഈക്വൽ ടു ക്യൂ വി ആവും. ക്യൂ ഈക്വൽ ടു ക്യൂ പി ആവും. ക്യൂ വി എപ്പോഴാവും? കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ. ക്യൂ പി എപ്പോഴാവും? കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. ഓക്കെ, ഞാൻ മാറ്റിയാണ് ഇത് ഫസ്റ്റ് ബെഞ്ചിൽ. ഓക്കെ, ബാക്കി നോക്കാം. നോക്കിയാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയാണ് നമ്മൾ പറഞ്ഞു ക്യൂ ഈക്വൽ ടു സി ഡെൽറ്റ ടി. ക്യൂ ഈക്വൽ ടു സി ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്തായി? ഞാൻ പറഞ്ഞു ക്യൂ വി ആവും. ക്യൂ വി ആവുമ്പോൾ എന്താവും? സി വി ഡെൽറ്റ ടി. ക്യൂ വി ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിലോ കോൺസ്റ്റന്റ് പ്രഷർ എന്ത് വരും? ക്യൂ പി ഈക്വൽ ടു സി പി ഡെൽറ്റ ടി അല്ലേ? സാധാരണ ക്യൂ ഈക്വൽ ടു സി ഡെൽറ്റ ടി. അങ്ങനെയാണ് ക്യൂ വി ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. ക്യൂ പി ഈക്വൽ ടു സി പി ഡെൽറ്റ ടി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താൽപി പഠിപ്പിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ക്യൂ വി ഈക്വൽ ടു എന്താണ്? ക്യൂ വി ഈക്വൽ ടു ഡെൽറ്റ യു. ഡെൽറ്റ യു. ക്യൂ വി ഈക്വൽ ടു ഡെൽറ്റ യു. അതുപോലെ ക്യൂ പി എന്താണ്? ക്യൂ പി ഈക്വൽ ടു ഡെൽറ്റ എച്ച്. ക്യൂ പി ഈക്വൽ ടു ഡെൽറ്റ എച്ച്. ഓർത്തിക്കാൻ എളുപ്പമായി പറഞ്ഞുതരാം. എന്താ ബി പോലെയുള്ള യു ഇരിക്കണേ അതങ്ങ് ഓർത്താൽ മതി, ബാക്കി കിട്ടിക്കോളും. ക്യൂ വി ഈക്വൽ ടു ഡെൽറ്റ യു. അപ്പൊ മാറിപ്പോകൂല. ബി പോലെയുള്ള യു ഇരിക്കുന്നേ സെയിം അല്ലേടേ? അത് ഓർത്താൽ മതി. അപ്പൊ അതൊക്കെയാണ് ക്യൂ വി ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. ക്യൂ പി ഈക്വൽ ടു സി പി ഡെൽറ്റ ടി. പക്ഷെ നമുക്ക് എന്തറിയാം? ക്യൂ വി ഈക്വൽ ടു ഡെൽറ്റ യു എന്നറിയാം. ക്യൂ പി ഈക്വൽ ടു ഡെൽറ്റ എച്ച് എന്നറിയാം. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് മാറ്റി എഴുതാം. സോ ഇമ്പോർട്ടന്റ് ആണ്, മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം നോക്കിയോ? ക്യൂ വി ഈക്വൽ ടു ഡെൽറ്റ യു ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ യു ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഡെൽറ്റ യു ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. സി വി ഡെൽറ്റ ടി. ഡെൽറ്റ എച്ച് ഈക്വൽ ടു സി പി ഡെൽറ്റ ടി അല്ലേ? സി പി ഡെൽറ്റ ടി. ഞാൻ പറഞ്ഞില്ലേ യു വരപ്പോ ബി ഓർപ്പിച്ചാൽ മതി, മറ്റേ എച്ച് ആയിക്കോളും. ഓക്കെ അല്ലേ? അവിടെ നോക്കിട്ടെ. ഇനി ഡെൽറ്റ എച്ച് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഇൻറ്റു പി വി അല്ലെ? ഡെൽറ്റ പി വി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി. പ്രഷറും വോളിയം ചേഞ്ച് ആവുന്നെങ്കിൽ രണ്ടും എന്ത് വരും? രണ്ടും ഡെൽറ്റ വരും ആണല്ലോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഒരു ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ പി വി ഈക്വൽ ടു എൻ ആർ ടി. നമുക്കറിയാം പി വി ഈക്വൽ ടു എൻ ആർ ടി. നമ്പർ ഓഫ് മോൾസ് 1 ആണെങ്കിലോ പി വി ഈക്വൽ ടു ആർ ടി. പി വി ഈക്വൽ ടു ആർ ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഓഫ് ആർ ടി. ഇനി നോക്കിയാണ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ആർ ടി. നോക്കിയാണ് ആർ കോൺസ്റ്റന്റ് അല്ലേ? ചേഞ്ച് ആവില്ലല്ലോ. സോ ആർ പുറത്ത് എഴുതാം. ഡെൽറ്റ യു പ്ലസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വാല്യൂ ഡെൽറ്റ യുനും ഡെൽറ്റ എച്ചിനോട് എന്ത് ചെയ്യാം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ എഴുതണേ. ഡെൽറ്റ എച്ച് ഈക്വൽ ടു എന്താണ്? സി പി ഡെൽറ്റ ടി. സി പി ഡെൽറ്റ ടി. സി പി ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ യു എന്താണ്? സി വി ഡെൽറ്റ ടി. സി വി ഡെൽറ്റ ടി പ്ലസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി. ആർ ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം? ഡെൽറ്റ ടി കോമൺ എടുക്കാം. സി പി ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ ടി കോമൺ എടുത്താൽ സി വി പ്ലസ് ആർ ആണല്ലോ. ഡെൽറ്റ ടിയും കട്ട് ചെയ്ത് കളയാം. സോ സി പി ഈക്വൽ ടു
CV plus R. Cp equal to Cv plus R. Okay. C പറഞ്ഞാൽ Cp minus Cv equal to R. Cp minus Cv equal to R. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ Cp and Cv. എന്ത് വരും? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഓക്കെ. Cp minus Cv equal to R. ഇതോടുകൂടി റിലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.